ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെ വളരെ എളുപ്പത്തിൽ സെമി പലാസോ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കൂടുതൽ മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ കാൽക്കുലേഷൻസോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളും മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. 2 ഇഞ്ച് നമ്മളിത് എലാസ്റ്റിക് പോയിൻ്റാണ് കേട്ടോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഫോൾഡ് ചെയ്തിട്ട്. അതുപോലെ ഇറക്കം എനിക്കിവിടെ 37 ഇഞ്ചാണ് വേണ്ടത്. എക്സ്ട്രാ 1 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് എന്താ പറയുക മടക്കി അടിക്കാമല്ലോ, ഇത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് നമ്മളെ എലാസ്റ്റിക് പോയിൻ്റാണ് വരുന്നത്. ഞാൻ ഫുള്ളായിട്ട് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അരഭാഗം കുറച്ച് ലൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെനിക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ, അതോട്ടാണ് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അത് രാവിലെ തന്നെ കൊടുക്കും വേണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്ത വീഡിയോ ആണിത്. ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 14.5 ഇഞ്ചാണ് ക്രോച്ച് ഏരിയ കേട്ടോ. ആ ക്രോച്ച് ഏരിയൻ്റെ കണക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. 11 ഇഞ്ചാണ് താഴത്ത് ഞാൻ എടുത്തിട്ടുള്ള വീതി. എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാല്ലേ. നമ്മളിതിലൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ക്രോച്ച് ഏരിയ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ ക്രോച്ച് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളവർക്ക് അതിന് കൂടുതൽ കാൽക്കുലേഷൻസിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഒരു എന്താ പറയുക ഒരു 18 വയസ്സ് അതല്ലെങ്കിൽ 16 വയസ്സിന് മുകളിലുള്ള ഒരുവിധം കുട്ടികൾക്കൊക്കെ 16 ഒരു മീഡിയം സൈസ് തടി വരുന്ന എല്ലാവർക്കും 14, 14.5, ഒരു 15 വരെ അത്രേ വേണ്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റ് 14, 14.5, 15. ഈ 15 എന്ന് പറയുന്നത് നല്ല തടിയിലെ കുട്ടികൾക്കാണ്. ഹിപ്പിൻ്റെ ഭാഗം ബാക്ക് സൈഡൊക്കെ എല്ലാ ആൾക്കാർക്കാണ് ഈ 15 ഇഞ്ച് വരിക കേട്ടോ. അത്രേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കാം. അതിന് കൂടുതൽ കാൽക്കുലേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പഴയ 2 വീഡിയോയിൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രോച്ച് ഏരിയ ആയിരുന്നു ജോയിൻറ്റ് ചെയ്ത് കാണിച്ചിരുന്നത് ഫസ്റ്റ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റിച്ചിങ്ങിലൊക്കെ ഒരുപാട് മെത്തേഡുകൾ വരുന്നുണ്ട്. അതിൽ വേറൊരു ടൈപ്പാണ് ഇതുപോലെ അടിമടക്കുക, ഷേപ്പ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഈ വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണിക്കുന്നത്. അടിഭാഗമാണ് നമ്മൾ മടക്കുന്നത്. ഇതുപോലെ അടിഭാഗം മടക്കിയ ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ് കോഡാണ് കേട്ടോ, ടോപ്പും പാൻറ്റും ഒരു കോഡ് സെറ്റ് പോലെ. ആൾ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ആളോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പാൻറ്റിൻ്റെ ഫോട്ടോ മാത്രം എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതിയും ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളിത് ഷേപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആൾ +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ +2 ഒരു 10 മുതലുള്ള കുട്ടികൾക്കൊക്കെ ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് ഒരു 14, ആ ഒരു 14 പോയാൽ മതി. നല്ല തടിയിലെ ആൾക്കാർക്ക് മാത്രമേ 15, 15.5 അങ്ങനെയൊക്കെ പോകുള്ളൂ. അല്ലാത്ത ഒരുവിധം ആൾക്കാർക്കൊക്കെ 14, 14.5 മതി കേട്ടോ. 1.5 ഇഞ്ചിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ടേപ്പ് ഇടയ്ക്ക് വെച്ച് നോക്കുക, അതിൽ കറക്റ്റ് പോയിൻ്റ് ചെയ്യുക. കാണാണ്ടോ, 1.5 ഇഞ്ചാണ് ഞാനിവിടെ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഞാൻ രണ്ടാമത്തെ സ്റ്റിച്ച് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ സ്റ്റിച്ചിങ്ങിലൂടെ എനിക്ക് ആ ആൾക്കിത് ഇപ്പോൾ കൊടുക്കും വേണം, അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് ഇടുന്നുണ്ട് ഞാൻ. ഇപ്പം നമ്മുടെ കാണാണ്ടോ പാൻറ്റിൻ്റെ ഒരു കാല് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നോക്കി നോക്കുക, നമ്മുടെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തത് ആ ഷേപ്പും കൊടുത്തിട്ടുണ്ട്. കാണാമല്ലേ, കറക്റ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ കാലും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാണാമല്ലേ, ഇപ്പോൾ നമ്മൾ 2 കാല് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സൈഡിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊട്ടും മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു പാൻറ്റ് സ്റ്റിച്ചിങ് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെയാണ് കേട്ടോ. ഇതുപോലെ 2 കാലിട്ട് കൊടുക്കുക. കാണാമല്ലേ, ഈ ഒരു ലൂസ് നമുക്കിത് വേണം. ഇനി നമുക്ക് ക്രോച്ച് ഏരിയയാണ് കേട്ടോ ജോയിൻറ്റ് ചെയ്യാൻ. ഞാൻ വീണ്ടും പറയണം, ഫസ്റ്റ് നമ്മൾ ക്രോച്ച് ഏരിയ ജോയിൻറ്റ് ചെയ്തിരുന്നത്. ഇത് പാൻറ്റിൻ്റെ കാല് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് കേട്ടോ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാൻ പൊതുവെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യൽ, പിന്നെ എല്ലാ ടൈപ്പും നമ്മൾ കാണിച്ച് തരണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഫസ്റ്റത്തെ 2 അങ്ങനെ ചെയ്ത് കാണിച്ച് തന്നത്. ഞാൻ ഫുൾ ടൈം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് പുറത്ത് കൊടുക്കുമ്പോൾ. സെൻറ്റർ പോയിൻറ്റ് നല്ല വശം അതുപോലെ ഒരുമിപ്പിച്ച് വെച്ച ശേഷം ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാണ്ടോ, ഇതുപോലെ വെച്ച ശേഷം സെൻറ്റർ ഭാഗം അതുപോലെ ഇതാ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരുമിപ്പിച്ച് വെക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ക്രോച്ച് ഏരിയൻ്റെ സെൻറ്റർ ഭാഗത്ത് അതുപോലെ മെഷീൻ്റെ അടുത്ത് വെച്ച ശേഷം മറ്റേ കാലിൻ്റെ കൂടെ ക്രോച്ച് ഏരിയ കാണാമല്ലേ, നല്ല വശം ഒരുമിപ്പിച്ച് വെക്കുക. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശം
ഒരേപോലെ മേലേക്ക് വരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാക്ക് സൈഡിലോട്ടല്ലേ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതുപോലെ പാൻറ്റ് നമ്മൾ സെൻറ്റർ ഭാഗം ഒരുമിപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അത്രയും കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ അങ്ങനെ പോവുക. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അരഭാഗത്ത് കുറച്ച് കയറി ഇറങ്ങി കടന്നാലും പ്രശ്നമില്ല. പക്ഷേ സെൻറ്റർ ഭാഗം നമുക്ക് തെറ്റാൻ പാടില്ല. സെൻറ്റർ ഭാഗം അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരണം. ബാക്കിയുള്ളടം കുറച്ച് കൂടെ കുറേ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം കാണണ്ടോ, നമ്മൾ ഫുള്ളായിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആ ക്രോച്ച് ഏരിയൻ്റെ ഭാഗം എത്തുമ്പോൾ ഒരു 4-5 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പൊട്ടി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ ഈ ക്രോച്ച് ഏരിയൻ്റെ തയ്യൽ തുമ്പ് കാണാണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡും ഉണ്ട് കേട്ടോ. അതൊക്കെ വരും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരേണ്ടി. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, കാണാമല്ലേ. പാൻറ്റ് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം ഭയങ്കര ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്ക് കുറച്ചും കൂടി ലൂസ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൂസ് ഇട്ട് കൊടുക്കാനൊക്കെ സുഖമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. മറ്റേ ടൈപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തയ്യൽ തുമ്പ് ഇട്ടിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, അവിടെ പിരിഞ്ഞ് കിടക്കും. അങ്ങനെ ഇതുണ്ട്. ഇത് എത്ര തയ്യൽ തുമ്പ് ഇട്ടാലും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. ഇനി നമുക്ക് എലാസ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കാനുള്ളത്. എലാസ്റ്റിക്കാണ് ഫുള്ളായിട്ട് കാണിക്കണില്ല, ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഹിപ്പ് റൗണ്ട് വരുന്നത് അതിൻ്റെ 2-3 ഇഞ്ച് കമ്മിയാക്കിയിട്ട് നമുക്ക് എലാസ്റ്റിക് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് എനിക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ള പറഞ്ഞിരുന്ന ആൾക്കൊന്ന് സെൻഡ് ഓഫ് ആണ്. അപ്പോൾ ആൾ വന്നിട്ട് ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, എത്ര ഉണ്ട് ഇതിൻ്റെ വീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ പോലെ പാൻറ്റൊന്നും നിലം വരെ തട്ടി അല്ലെങ്കിൽ ഫ്ലോർ വരെ തട്ടിയിട്ടൊന്നും കിടക്കണ ആർക്കും ഇഷ്ടമല്ല. നമ്മളെ കാലിൻ്റെ മുകളിൽ കിടക്കണൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഈ പാൻറ്റ് വരുന്നത് കേട്ടോ. അതാണ് 37 ഇഞ്ച് ലെങ്ത്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 39 ആ ഒരു ലെവലിലൊക്കെ ലെങ്ത്ത് എടുക്കണം. അപ്പോൾ നമ്മളിതാ എലാസ്റ്റിക് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ഈ ഒരു പാൻറ്റ് ഒരുവിധം എല്ലാ പ്രായക്കാർക്കും സെറ്റാവും. പക്ഷേ അതിൽ ചേഞ്ച് വരുത്തേണ്ട ഒരേ ഒരു ഭാഗം, വേറെല്ലോടൊന്നും ചേഞ്ച് വരുത്തേണ്ട, ഇറക്കത്തിൽ മാത്രമേ ചേഞ്ച് വരുത്താനുണ്ടാവുള്ളൂ. പിന്നെ എലാസ്റ്റിക് ആയതുകൊണ്ട് ഏത് സൈസിലെ ആൾക്കാർക്കും ഏകദേശം സെറ്റായി കിട്ടും. നല്ല തടിയിലെ ആൾക്കാർക്ക് എലാസ്റ്റിക്കിൽ ചെറിയ ചേഞ്ച് വരുത്തണം എന്നേ ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ ഇതേ അളവിൽ തന്നെ ചെയ്ത് കൊടുത്താലും മതിയാവും. കാണാമല്ലേ, നമ്മളെ മാർക്കിംഗ് പോയിൻറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം എലാസ്റ്റിക് ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കറക്റ്റ് റൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ എലാസ്റ്റിക് കൊടുത്ത ശേഷം ഒരുപാട് സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ, പൊട്ടിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരു പോളിസ്റ്റർ ടൈപ്പ് തുണിയായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഒരു കുടശീലൻ്റെ പോലെ ഇങ്ങനെ പടപടേനെ കിടക്കും, അത്രയും നീറ്റായിട്ട് കിടക്കൊന്നുമില്ല. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഫ്രൂട്ട് കണ്ടില്ലേ സെൻറ്റർ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ, ഇത്ര വലിച്ചാലാണ് ബാക്കി വരുന്ന ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളൊരു ലെവലുണ്ടാവും. മാക്സിമം വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് കഴിയുന്ന സമയത്ത് അവിടെ കുറച്ച് തുണി അധികം വരാൻ സാധ്യത ഉണ്ട്. ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാണാമല്ലേ, അരഭാഗം നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഏതൊരു ഏജിലുള്ള ആൾക്കാർക്കും സെറ്റാവും. തടിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു മീഡിയം സൈസ് തടിയിൽ എല്ലാവർക്കും ഈ പാൻറ്റ് സെറ്റാവും. ഇറക്കം മാത്രം ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും. ഇത് കുറച്ച് കമ്മി വരുന്നതാണ് കേട്ടോ. 37 ഇഞ്ച്, ബോട്ടം 11 ഇഞ്ച്, ക്രോച്ച് ഏരിയ കണ്ടില്ലേ 14 ഇഞ്ച്. ഞാൻ കുട്ടിയിട്ടിട്ടുള്ള വീഡിയോ കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ പാൻറ്റ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ എന്തായാലും മെസ്സേജ് വഴി അറിയിക്കുക. വീണ്ടും പറയണം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാനതൊരു കോഡ് സെറ്റ് പോലെ ടോപ്പും പാൻറ്റും ഉണ്ട് കേട്ടോ. ഇത് പാൻറ്റ് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇനി ഇതേ ടൈപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കാണാൻ താല്പര്യമുള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. ഓക്കേ.